ഹലോ ഗൈസ്, അപ്പോൾ ഡാവിഞ്ചി റിസോർട്ടിനെ പറ്റിയിട്ടുള്ളൊരു പുതിയ വീഡിയോയുടെ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ലൈൻ അല്ലെങ്കിൽ ഒരു ആനിമേഷൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. ഡാവിഞ്ചി റിസോർട്ട് ഓപ്പൺ ചെയ്തിട്ട് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാവിഞ്ചി റിസോർട്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ വെർഷനിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് നോർമൽ വെർഷനിൽ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡാവിഞ്ചി റിസോർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോജക്റ്റ് നമുക്ക് ക്രിയേറ്റ് എഡിറ്റ് പേജിൽ വരുന്നു. കമാൻഡ് എൻ അല്ല കൺട്രോൾ എൻ ആൻഡ് ദെൻ ജസ്റ്റ് ഈ വീഡിയോയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടാം. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ട്രാക്കിങ് കൊണ്ട് ഇട്ടിട്ട് ഇതിനകത്ത് ഞാൻ എവിടെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലം എടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലം കണ്ടെത്തുക, നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിൽക്കുക, ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് സൈൻ ചെയ്ത് കൊടുക്കാം. ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, സ്പീഡ് കൂടും, നിങ്ങളുടെ സ്പീഡ്. നമ്മളിവിടെ വരുന്നു. എന്നിട്ട് നമ്മളിവിടെ ഇതാണ് നമ്മുടെ ഫ്യൂഷൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്താൽ മതിയാവും. പുതിയതായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്യും. ഇതെന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാൻവസ്. നമുക്ക് എപ്പോഴും ഒരു സാധനം വരയ്ക്കണമെങ്കിലൊരു ക്യാൻവസ് വേണമല്ലോ, അതുപോലത്തെ ഒരു സാധനമാണിത്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൽഫ ഡൗൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് വേറെ ട്രാൻസ്പെറൻറ്റ് ലെയർ ആയിട്ട് മാറും. നമുക്ക് ഈ ലെയർ ഉണ്ടെങ്കിൽ ഈ പെയിൻറ്റിനോട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഫ്രെയിമിൽ അടുത്തതായി നമ്മൾ ഈ ബ്രഷിൻ്റെ ഐക്കൺ എടുത്ത് വലിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതാണ് പെയിൻറ്റിനോട്. നമ്മൾ എവിടെയാണോ നമ്മളെ ഫസ്റ്റ് ആനിമേഷൻ്റെ ഈ കൈ പോകുന്നത് അവിടെ കൊണ്ട് വയ്ക്കുക. ആൻഡ് അവിടെ നിന്നിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം. ഞാൻ ഒരു വര ഇട്ടു. റൈറ്റിലോട്ടുള്ള ആരോഗ്യം ഉണ്ടല്ലോ, അത് നെക്കി നമുക്ക് അടുത്ത ഫ്രെയിമിലോട്ട് പോകണം. അപ്പോൾ അടുത്ത ഫ്രെയിമിലോട്ട് പോയി ആ വര കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ പോവുകയാണ്. നമുക്ക് ലെങ്ത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മളിതിന് വരച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതെ, എനിക്ക് പനിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കളർ അങ്ങനെ മാറ്റാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യും. പിന്നെ കളർ മാറ്റൽ നടക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത്ര നമ്മൾ കുറച്ച് വൈറ്റ് ലൈൻസ് അല്ലേ, നിങ്ങൾ കുറച്ച് കളർ മാറ്റിയിട്ട് വേറെ ലൈൻസ് ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈൻസൊക്കെ വരച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സ്പൈസ് ആയിട്ട് കുറച്ച് ഗ്ലോയും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അതിനായിട്ട് നമ്മൾ ഷിഫ്റ്റ് സ്പേസ് നോക്കിയിട്ട് അതായത് നമ്മൾ ഷിഫ്റ്റ് സ്പേസ് നോക്കിയിട്ട് GLO എന്നടിക്കുമ്പോൾ തന്നെ വന്ന് തരും. നമ്മളത് ആഡ് ചെയ്യുക. നമ്മൾ ഈ ലൈൻ എവിടെയെങ്കിലും കാണുന്നില്ല അവിടെ കൊണ്ടുവച്ചിട്ട് അത് നമ്മൾ ഈ ഗ്ലോ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഗെയിം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളൊരു ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാം. എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ട്യൂട്ടോറിയലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യണം, നിർബന്ധമായി ചെയ്യണം. ബിക്കോസ് ഇത്രയും പനിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തേ പോവാ. ഓക്കെ, അപ്പോൾ അതൊന്നും എത്തിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.